നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ISL ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം ഒഡീഷ FC വേഴ്സസ് ഹൈദരാബാദ് FC മത്സരമാണ്. രാത്രി 8 മണിക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. പോയിൻ്റ് ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഒഡീഷ FC 5-ാം സ്ഥാനത്ത് 8 മത്സരങ്ങൾ കളിച്ച് 14 പോയിൻറ്റുമായിട്ടാണ് നിലനിൽക്കുന്നത്. ഒഡീഷ FCയുടെ 9ാമത്തെ മത്സരമാണിന്ന്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സീസണിലെ ഏറ്റവും പുറകിൽ കിടക്കുന്ന ടീമായിട്ടാണ് ഹൈദരാബാദ് FC നിലനിൽക്കുന്നത്. 12ാം സ്ഥാനത്താണ് പോയിൻ്റ് ടേബിളിൽ ഹൈദരാബാദ് FC നിലനിൽക്കുന്നത്. 9 മത്സരങ്ങൾ ഇതുവരെ കളിച്ചു വെറും 4 പോയിൻ്റ് മാത്രമാണ് നേടാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ നമുക്കറിയാം മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമായിരുന്നു ഹൈദരാബാദ് FC. ഈ സീസണിലാകട്ടെ ഇന്നത്തെ 10ാമത്തെ മത്സരത്തിലും ഒരു തോൽവി ഏറ്റുവാങ്ങുകയാണെങ്കിൽ ഹൈദരാബാദ് FCയുടെ മോശം സീസൺ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അതേപോലെ തന്നെ നമുക്കറിയാം ഹൈദരാബാദ് FCക്ക് വേണ്ടി കഴിഞ്ഞ സീസണിലെല്ലാം ബർത്തലോമിയോ ഓഗ്ബച്ചനെ പോലെയുള്ള ഗോളടി വേട്ടക്കാരനുണ്ടായിരുന്നു. എന്നാൽ ഈ സീസണിൽ ബർത്തലോമിയോ ഓഗ്ബച്ച ഹൈദരാബാദ് FCയിൽ നിന്ന് പുറത്താക്കിയ വിവരം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ മത്സരം ഹൈദരാബാദ് FCക്ക് നിർണായകം തന്നെ എന്ന് എടുത്തു പറയേണ്ടി വരും. സീസണിൽ ഒരു വിജയം പോലും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നത് ഹൈദരാബാദ് FCക്ക് ഒരു വമ്പൻ നാണക്കേട് തന്നെയാണ്. ഇതുവരെ വെറും 4 സമനില മാത്രമാണ് ഹൈദരാബാദ് FC നേടിക്കൊടുത്തത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ്. അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയെന്ന് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്കോളാസ് റൊഡേറി എന്ന് പറയുന്ന വമ്പൻ വിദേശ താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് അവസാനഘട്ട ചർച്ചയിലാണെന്നും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ താരവുമായിട്ട് കരാറിൽ ഒപ്പുവെക്കുമെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഓപ്ഷൻ അഡ്രിയാൻ ലൂണയ്ക്ക് വേണ്ടി നോക്കിയിട്ടില്ല. ഈ താരത്തിനെ മാത്രമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചതായിട്ടും നമുക്കുള്ള ഒരു അപ്ഡേറ്റ്. എന്തായാലും നിക്കോളാസ് ടീമിലെത്തുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുമോ ഇല്ലേ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.